ഗൾഫ് നാടുകളിലേക്ക്, പ്രത്യേകിച്ച് സുന്ദരമായ ഒമാനിലേക്ക് യാത്ര തിരിക്കാനൊരുങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വലിയ പ്രതീക്ഷകളും സന്തോഷവും ഒക്കെയായിരിക്കും. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിന് ശേഷമുള്ള മടക്കയാത്രയോ അല്ലെങ്കിൽ പുതിയൊരു ജോലി തേടിയുള്ള ആദ്യ യാത്രയോ ആകാം അത്. എന്നാൽ യാത്രയ്ക്കായി ലഗേജ് ഒരുക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ വിമാനത്താവളത്തിലെത്തുമ്പോൾ വലിയൊരു നിയമക്കുരുക്കായി മാറിയേക്കാം. പലപ്പോഴും ഫാഷൻ എന്ന നിലയിലോ അല്ലെങ്കിൽ നിസ്സാരമെന്ന് കരുതിയോ നമ്മൾ ബാഗിൽ വയ്ക്കുന്ന പല സാധനങ്ങളും ഒമാനിൽ കർശനമായി നിരോധിച്ചവയാണ്. സ്വന്തം സുരക്ഷയും രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷവും മുൻനിർത്തി ഒമാൻ റോയൽ പോലീസും കസ്റ്റംസ് ഡയറക്ടറേറ്റ് ജനറലും യാത്രക്കാർക്കായി പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ മുന്നറിയിപ്പുകൾ ഓരോ പ്രവാസിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ യുവതലമുറയ്ക്കിടയിൽ കാമഫ്ലാറ്റ് അഥവാ സൈനിക യൂണിഫോമിനോട് സാമ്യമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വലിയൊരു ഫാഷൻ ട്രെൻഡാണ്. സൈനിക മുദ്രകളുള്ള ജാക്കറ്റുകളും പാൻറ്റുകളും തൊപ്പികളുമൊക്കെ യാത്രകളിൽ ഉപയോഗിക്കാൻ പലരും താല്പര്യപ്പെടുന്നു. എന്നാൽ ഇത്തരം വസ്ത്രങ്ങളുമായി ഒമാനിലേക്ക് പറക്കാനൊരുങ്ങിയാൽ നിങ്ങൾക്ക് വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. സൈനിക യൂണിഫോമുകളോടോ അല്ലെങ്കിൽ ഒമാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വേഷങ്ങളോടോ സാമ്യമുള്ള വസ്ത്രങ്ങളും ഉപകരണങ്ങളും സാധാരണക്കാർ ഉപയോഗിക്കുന്നത് ഒമാൻ നിയമപ്രകാരം കർശനമായി നിരോധിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയും സൈനികരുടെ ഔദ്യോഗിക പദവിയെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനുമാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യാത്രയ്ക്ക് മുൻപ് നിങ്ങളുടെ ലഗേജിൽ ഇത്തരം വസ്ത്രങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുകയും ഇനി അഥവാ ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാട്ടിൽ നിന്ന് തിരികെ പോകുമ്പോൾ കുട്ടികൾക്കായി വാങ്ങുന്ന കളിക്കോപ്പുകളിൽ പോലും അതീവ ശ്രദ്ധ അത്യാവശ്യമാണ്. യഥാർത്ഥ തോക്കുകളോട് സാമ്യമുള്ള കളിത്തോക്കുകൾ, പിസ്റ്റളുകൾ, എയർ ഗണ്ണുകൾ എന്നിവയൊന്നും ലഗേജിൽ കൊണ്ടുപോകാൻ ഒമാൻ കസ്റ്റംസ് അനുവാദം നൽകുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇത്തരം സാമ്യമുള്ള കളിപ്പാട്ടങ്ങൾക്ക് സാധിക്കുമെന്നതിനാലാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ആദ്യ നോട്ടത്തിൽ സാധാരണ നടക്കാൻ ഉപയോഗിക്കുന്ന വടിയെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ കുന്തമോ വാളോ ഒളിപ്പിച്ചു വെക്കാവുന്ന തരത്തിലുള്ള ആയുധങ്ങൾ, നൈറ്റ് വിഷൻ സ്കോപ്പുകൾ, അതുപോലെ റൈഫിൾ സ്കോപ്പുകൾ, സ്വയരക്ഷയ്ക്കായി കൊണ്ടു നടക്കുന്ന സ്റ്റൺ ഗണ്ണുകൾ, ടേസറുകൾ എന്നിവയും നിരോധിത വസ്തുക്കളുടെ പട്ടികയിലുണ്ട്. ലഗേജ് സ്കാനിങ്ങിൽ ഇത്തരം വസ്തുക്കൾ കണ്ടെത്തിയാൽ യാത്രക്കാരെ തടഞ്ഞു വെക്കാനും കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാനും കസ്റ്റംസിന് പൂർണ്ണ അധികാരമുണ്ട്. മയക്കുമരുന്നുകളും മനോപ്രേരകങ്ങളായ ഇതര വസ്തുക്കളും ലോകത്തെവിടെയും എന്ന പോലെ ഒമാനിലും അതീവ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിക്കുന്നത് കടുത്ത ജയിൽ ശിക്ഷയും നാടുകടത്തലും ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ പലപ്പോഴും പ്രവാസികൾക്ക് വിനയാകുന്നത് അവർ നിത്യേന ഉപയോഗിക്കുന്ന ചില ജീവൻ രക്ഷാ മരുന്നുകളാണ്. ഉത്കണ്ഠ, വിഷാദം, കടുത്ത വേദന, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കായി നാട്ടിലെ ഡോക്ടർമാർ എഴുതി നൽകുന്ന പല മരുന്നുകളും ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിത മരുന്നുകളുടെ പട്ടികയിലായിരിക്കും ഉൾപ്പെട്ടിട്ടുണ്ടാവുക. കൃത്യമായ മെഡിക്കൽ കുറിപ്പടിയും ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലും ഇല്ലാതെ ഇത്തരം മരുന്നുകൾ കൈവശം വയ്ക്കുന്നത് വലിയ ചതിക്കുഴിയായി മാറുമെന്ന കാര്യം ഓർക്കുക. അതിനാൽ പതിവായി മരുന്ന് കഴിക്കുന്നവർ യാത്രയ്ക്ക് മുൻപ് ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതുകയും വേണം. നാട്ടിൽ വില കുറവിൽ ലഭിക്കുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ പതിപ്പുകൾ അഥവാ ഫസ്റ്റ് കോപ്പി ബാഗുകൾ, വാച്ചുകൾ, വസ്ത്രങ്ങൾ എന്നിവ ഒമാനിലേക്ക് കൊണ്ടുപോകുന്നത് അത്ര സുരക്ഷിതമല്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങളെ പൂർണ്ണമായും മാനിക്കുന്ന രാജ്യമാണ് ഒമാൻ. അതുകൊണ്ട് തന്നെ വ്യാജ ഉൽപ്പന്നങ്ങളുടെയും കൃത്രിമമായി നിർമ്മിച്ച സാധനങ്ങളുടെയും ഇറക്കുമതി കസ്റ്റംസ് കർശനമായി തടയുന്നുണ്ട്. ബ്രാൻഡുകളുടെ വ്യാജ പതിപ്പുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നത് വലിയ സാമ്പത്തിക കുറ്റകൃത്യമായാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ആവശ്യത്തിന് ഗുണനിലവാരമില്ലാത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ഇതിനോടൊപ്പം തന്നെ ആനക്കൊമ്പ് പോലെയുള്ള വന്യജീവി അവശിഷ്ടങ്ങളും അവ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്നവരിൽ നിന്നും ഇത്തരം വസ്തുക്കൾ കണ്ടുകെട്ടുക മാത്രമല്ല വലിയ തുക പിഴയായും ഈടാക്കും. ഒരു രാജ്യത്തെ നിയമങ്ങൾ അവിടുത്തെ ജനങ്ങളുടെയും സന്ദർശകരുടെയും സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിയമം അറിയില്ലായിരുന്നുവെന്ന ന്യായം വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് പരിശോധനകളിൽ നിങ്ങളെ ഒരു തരത്തിലും രക്ഷിക്കില്ല. യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് തങ്ങളുടെ ലഗേജിലുള്ള ഓരോ സാധനങ്ങളും നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഇതിനായുള്ള ഏക മാർഗം. ഒമാൻ പോലീസ് നൽകുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. നിയമങ്ങളോട് ആദരവ് കാണിക്കുന്ന സുരക്ഷിത ഒരു പ്രവാസിയായി മാറുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.